രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും പുറത്ത്. ഗർഭധാരണത്തിനും പിന്നീട് ഗർഭഛിദ്രത്തിനും രാഹുൽ പ്രേരിപ്പിക്കുന്നതിന്റെ തെളിവുകൾ എന്ന നിലയിലാണ് ഇപ്പോഴിത് പ്രചരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? വോമിറ്റിംഗ് ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പറയണ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ നീ ആരടാ? ചൈന ഞാനൊരു തമാശക്കാനോടാ പിള്ളേരെ ഉണ്ടാക്കി കളിക്കണേ. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ. ഡ്രാമ എന്നാണ് പറയുന്നത്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അതും അശ്ലീല സാഹിത്യകാരന്മാരെ വരെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനകളും. നിനക്കതിലൊരു ഭാവി ഉണ്ട് മോനെ. നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിന് വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? നിങ്ങളൊരു വോയിസ് കൊടുത്തു, ആ വോയിസ് കൊടുത്തു. പിന്നെ എൻ്റെ പാർട്ടല്ലേ, എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ. ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശമുള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കയറിക്കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ഞാൻ പറയുന്നത് ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ്. സർക്കാരിന് ഏത് തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിച്ച് എന്താണ് നടപടിയെന്ന് വെച്ചാൽ സർക്കാർ സ്വീകരിക്കണം. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല. അദ്ദേഹത്തിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ പുറത്തു വരികയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ അച്ചടക്ക നടപടി കുറെ കൂടെ കടുപ്പിക്കുന്ന തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. எனக்கு நிற்க முடியல, நடக்க முடியல. பெரிய ரெண்டு குண்டிக்குள்ள இருக்கிறது தோணுது. நான் இப்ப சாவு பாபா. നീ ഷാവറത് താൻ നല്ലത്. ഞാൻ മീറ്റിംഗിലല്ലേ. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഗർഭിണിയാകാനും ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് വെളിവാക്കുന്ന ഓഡിയോ ആണ്, ശബ്ദ സംഭാഷണമാണ്. ഞാനത് കണ്ടിട്ടില്ല, ഞാൻ മീറ്റിംഗിലായിരുന്നു.